44, 45 ഇവിടെ ഒന്നും ഒരു കാറും ഒരു വണ്ടിയും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. പ്രായമായ 88 വയസ്സുള്ള എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ആരും ഇവിടെ ഒന്നും ഇല്ല. ഇങ്ങനെ ഇതാക്കുന്നതാണ്, ചുമ്മാതെ ഇതാക്കുന്നതാണ്. നമ്മളുടെ വീട്ടിൽ കാറ് ഇതൊന്നും ഇവിടെ ഒന്നും ഇല്ല. എല്ലാം കാണാമല്ലോ, കാറും ബൈക്കും ഒന്നും ഇവിടെ ഇല്ല. ഇത് സഹദേവ മന്ദിരമാണ്. ഇവിടെ ഞാനും എൻ്റെ 88 വയസ്സുള്ള എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ദീപ എസ് പണിക്കർ എന്നാണ്. ഇതെൻ്റെ ഷെയറാണ്. ഇതെൻ്റെ ഷെയറാണ്. എൻ്റെ പിന്നെ അതുപോലെ ഇതിൻ്റെ പുറകിൽ ഇതിനോട് തൊട്ട് തന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്നുണ്ട് 17 സെൻറ്റ് സ്ഥലം, അതും എൻ്റെ ഷെയറാണ്. എൻ്റെ അമ്മയ്ക്ക് ഇതിൽ താമസിക്കാമെന്നുള്ള അവകാശമല്ലാതെ ഇത് എഴുതി കൊടുക്കാനും പറിക്കാനും എന്നുള്ള ഓരോ അവകാശവും ഇല്ല. ഇതിനകത്ത് താമസിക്കാമെന്നുള്ള അവകാശം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലയോ? അല്ലാതെ വേറൊരു അവകാശങ്ങളും ഇല്ല. ഇതെല്ലാം എൻ്റെ പേരിലുള്ളതാണ്. പ്രമാണം എൻ്റെ പേരിലാണ്. ഞാനാണ് കര കൊടുക്കുന്നതും എല്ലാം. എൻ്റെ പേരിൽ ഞാനാണ് കര കൊടുക്കുന്നതും എല്ലാം. ഇതെൻ്റെ പേരിലാണ്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഇൻഷുറൻസ് തട്ടിപ്പുകാരായ സദാനന്ദ മന്ദിരത്തിൽ മോഹൻ സിംഗ്, സോമരാജൻ, പിന്നൊരു സൽപ്പകവല്ലി എന്ന് പറയുന്നവളുടെ ഒരു ഭർത്താവുണ്ട്, സുബ്രഹ്മണ്യൻ. എവിടുന്നോ വന്നവനാണ്, ഒരു മലപ്പുറത്തുകാരനാണ്. അവനും എല്ലാം കൂടെ വന്ന് ഇളകുകയാണ്. അവൻ്റെ സകല വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട്. അങ്ങ് ഇളകി മറിയുകയാണ്. നമ്മളെന്തോ വട്ടേ എന്ന് വിളിച്ചിട്ട് നമ്മൾക്ക് വട്ടാണെന്ന് വരുത്തി തീർത്ത് ഞാൻ LLB ഡിഗ്രി MBA അങ്ങനെ പലതും നമ്മൾ പഠിച്ചതാണ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പം അതൊക്കെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വട്ടാണെന്ന് വരുത്താൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുത്താൻ നോക്കുക. അങ്ങനെ പല പല വേലകളാണ്. പിന്നെ ലിവർ ഡിസീസ്, കള്ളു കുടിക്കുന്നു, മറ്റേത് മറിച്ചേത്, അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. അങ്ങനെ പല രീതിയിൽ ഇതാക്കി ഇൻഷുറൻസ് ലൂട്ടിയതാണ്. ഇവൻ്റെ മോനെ ഇതുപോലെ, ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ മോനെ ഇതുപോലെ മയക്കിയെല്ലാം കൊണ്ടുവന്നിട്ട് മയക്കി കുറേ നാൾ ലേക്ക് ഷോറിൽ കൊണ്ടുവന്ന് ICU എന്ന് പറയാൻ ICUയിലൊന്നുമല്ല, ഒരുമാതിരി ഷെഡൊക്കെ വെച്ച് ഇങ്ങനെ തിരിച്ച പോലെ കാർഡ്ബോർഡ് വെച്ച് തിരിച്ച് ഒരു മുറിക്കകത്ത് കൊണ്ട് കൈയും കാലും എല്ലാം കെട്ടിയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് വൻ തുകയെല്ലാം തട്ടി, 3 കോടി ഗൾഫ് ഇൻഷുറൻസ് തട്ടിയേച്ച് അതുപോലെ ഇങ്ങനെ വൻ കോടികളൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാതിരുന്ന് തട്ടുന്ന കൂട്ടരാണ് ഇവന്മാർ. മോഹൻ സിംഗ്, സദാനന്ദ മന്ദിരത്തിൽ മോഹൻ സിംഗ്, സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ, പിന്നെ ഈ സൽപ്പകവല്ലിയുടെ വീട്ടിൽ വന്ന് കയറിയ ഒരു മലപ്പുറത്തുകാരൻ, ഒരു ചെരുപ്പ് കുത്തി, അവനൊരു ചെരുപ്പ് കുത്തിയാണ്, മലപ്പുറത്തുകാരനാണ് ഇവൻ. മാവേലിക്കരയും കണ്ട് ചെരുപ്പ് കടയും കൊണ്ടിരുന്നവനാണ്. അവനെ വിളിച്ച് ഇവിടെ കയറ്റി. അങ്ങനെ അവനാണ് ഈ ഇതുപോലെ ഇൻഷുറൻസ് ലൂട്ടിയാനായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് നടക്കുകയാണ്. അവനാണ് ഒന്ന്. ഈ 3 എണ്ണവും പിന്നെ ഒരു പത്മൻ എന്ന് പറയുന്ന മന്ദിരത്തിൽ SNDPയിൽ വരുന്നവരവനുണ്ട്. അവൻ എന്നെ 7 ദിവസം കൊണ്ട് റെഡിയാക്കും. എന്തൊക്കെയോ അങ്ങ് ഭയങ്കര ഭീഷണികളാണ് അവന്. 8ൻ്റെ പണി തരും, എന്നെ 7 ദിവസം കൊണ്ട് അങ്ങ് റെഡിയാക്കും. എന്തൊക്കെയോ അങ്ങ് ഭീഷണിയാണ്. അതുപോലെ സുബ്രഹ്മണ്യൻ എൻ്റെ കണ്ണ് പൊട്ടിക്കാൻ, നിങ്ങളെല്ലാം കാണാൻ പറ്റും, എൻ്റെ കണ്ണ് പൊട്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ സർവ്വസമയം നമ്മുടെ 17 സെൻറ്റ് സ്ഥലം ഇതിൻ്റെ പുറകിലാണ് ഉള്ളത്. 17 സെൻറ്റ് സ്ഥലത്തോട്ടിറങ്ങുന്നുണ്ട് ഇവൻ. എൻ്റെ കണ്ണ് പൊട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ വലിയൊരു ടോർച്ചുമായിട്ട് നിരന്തരം എൻ്റെ കണ്ണിലോട്ട് ടോർച്ചടിക്കുകയാണ്, പകൽ വരെ. അതുപോലെ പ്രാന്താണ് അവന് ഇൻഷുറൻസ് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാന്തെടുത്തങ്ങ് നടക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഹരീഷ് റാണയുടെ കാര്യം. ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് അവൻ എങ്ങനെ വീണു. ഇതുപോലെ ഇങ്ങനെ ഇൻഷുറൻസിന് വേണ്ടിയിട്ടൊക്കെ അവനെ റെഡിയാക്കിയതാണ്. ഇപ്പം ഒരു സംഘം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഫിയ, ഓർഗൻ മാഫിയ, എല്ലാവരും പറയുന്നുണ്ട് ഓർഗൻ മാഫിയ, അങ്ങനെയുള്ള മാഫിയകളാണ് ഇപ്പോൾ ആ പയ്യനെ ഇതാക്കുന്നത്. ഈ യുത്തനേഷ്യയ്ക്കും ഇതാക്കി ഓർഗൻസൊക്കെ കൊടുക്കുന്ന പരിപാടിയൊക്കെ നടത്തി. ഇതെല്ലാം ഇങ്ങനത്തെ വലിയ വൻ സംഘങ്ങളാണ് ഇവന്മാർ. മനസ്സിലായില്ലയോ? ചെറുക്കൻ്റെ ഇതെല്ലാം എടുത്ത് ഓർഗനും എല്ലാം കൊടുത്ത് അവനെ ചണ്ടിയാക്കി, വെറും വെജിറ്റബിൾ കണക്കെ വെറും ഇതാക്കി ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മെഡിക്കൽ മാഫിയയെ കൊണ്ട്. മെഡിക്കൽ മാഫിയ, ഓർഗൻ മാഫിയ എല്ലാം കൊണ്ട് അത് കേരളത്തിൽ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. ഭയങ്കര അങ്ങ് ഓർഗൻ മാഫിയെ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റുമാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് പാവം ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സും അങ്ങനെ LLB ഡിഗ്രി മറ്റേത് മറിച്ചതും ഒക്കെ ഉള്ളവർക്ക് മാനമര്യാദയ്ക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറിയിരിക്കുകയാണ് ഈ ക്രിമിനലുകൾ കാരണം. ഈ മോഹൻ സിംഗ് എന്നൊക്കെ പറയുന്നവൻ വെറും 10 ഗുസ്തിയുമാണ്, 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമാണ്, വേറൊരു ഇതൊന്നും പഠിച്ചിട്ടില്ല അവനിങ്ങനെ നടക്കുകയാണ്. വലിയ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇവൻ്റെ ഭാര്യ. ഇതുപോലെ തന്നെ പല പല കഥകളാണ് ഇവന്മാരുണ്ടാക്കുന്നത്. വ്യഭിചാര കഥകളുണ്ടാക്കുക, അവൾ വേറെ
വേറെ കൂടെ പോയി, അവരുടെ കൂടെ പോയി, ഇവരുടെ കൂടെ പോയി. ഇവരുടെ എല്ലാം ഈ ഭാര്യമാരെന്ന് പറയുന്നതെല്ലാം എവിടെയൊക്കെയോ പോയിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇവളുടെ ഭാര്യയും ഈ മോഹൻ സിംഗിൻ്റെ ഭാര്യ ഇതുപോലെ ബന്ധമൊക്കെ ഒഴിഞ്ഞ് ഇതുപോലെ ഇതെല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ് ഈ ബന്ധം ഒഴിച്ചിട്ടൊക്കെ വൻ തുകയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം തട്ടിയെടുക്കുക. അതുപോലെ ഈ രാജേഷ് കിങ് എന്ന് പറയുന്ന ഒരുത്തരുണ്ട്, അവനും ഇതുപോലെ അവൻ്റെ ഭാര്യ ആരണ്യയുടെ കൂടെ പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ലൂർ ചെയ്ത ആൾക്കാരെ എല്ലാം ഇതാക്കിക്കൊണ്ട് പോവുക. അതുപോലെ ഈ സോമരാജൻ എന്ന് പറയുന്നവനും ഈ രാജേഷ് കിങ്ങയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്ന ഭയങ്കര കഥകളൊക്കെയാണ് ഈ രാജേഷ് കിങ്ങയുടെ ഭാര്യയുമായിട്ട് ചേർന്ന് നാട്ടുകാരെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ ഈ രാജേഷ് ഗംഗയും ഇവന്മാരും എല്ലാം കൂടെ കൂടി, സോമരാജനും എല്ലാം കൂടെ കൂടി ഒരു തോട്ടാലിത്തറയിൽ എന്ന് പറയുന്നൊരു വീടുണ്ട്, അവിടുത്തെ ഒരു സജി എന്ന് പറയുന്ന ഒരു അണ്ണൻ്റെ ഭാര്യ ഇതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോരുകയും ഒരു വില്ലയിൽ താമസിപ്പിക്കുകയും ഇങ്ങനെ പല പല രീതികളാണ് ഇവന്മാർക്കുള്ളത്. കഥകളുണ്ടാക്കി ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് ഇവന്മാർ. പല രീതിയിൽ കഥകളുണ്ടാക്കി നടക്കുകയാണ് ഇവന്മാരുടെ വൻകൂട സംഘമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവന്മാരെ കൊണ്ട് നമുക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ മാറി ഈ ഇൻഷുറൻസ് ലൂട്ടേഴ്സ് കാരണം. ഈ ഭയങ്കര ഈ ഗൂഢമായ ഗൂണ്ടാരാജാണ് ഇവിടെ നടക്കുന്നത്. ഓലകെട്ടിയമ്പലത്തിൽ ഇവന്മാരുടെ ഗൂണ്ടാരാജ് നടക്കുകയാണ്. ഇവന്മാർക്ക് ഭയങ്കര ലേസറൊക്കെ അടിക്കുന്ന ഇതുകൊണ്ട് നമ്മുടെ മുടി കൊഴിക്കുക, അങ്ങനെ പല രീതിയിലുള്ള മെഡിക്കൽ മാഫിയാണ് ഇവന്മാർ. മുടി കൊഴിക്കുക, നമ്മളുടെ മുഖത്തെ കളറൊക്കെ ഇതാക്കുക, നമ്മുടെ മുഖത്തെ ഇതൊക്കെ സാഗ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ മുഖത്തെ ലേസർ അടിച്ച് നമ്മുടെ ഇതൊക്കെ ഉരുക്കുക, അങ്ങനെ പല പല രീതിയിലാണ് ഇവന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവന്മാരുടെ ഇവന്മാരുടെ ഫോണിൽ, പ്രത്യേകിച്ച് ഈ പത്മജൻ എന്ന് പറയുന്ന ഈ മന്ദിരത്തിൽ വന്നിരിക്കുന്ന അവൻ്റെ ഫോണിൽ ബാക്ക് എൻഡിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവനാണ് ഇവിടെ വന്നിരുന്നുകൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇവൻ ഈ വീട്ടിലെങ്ങും പോത്തിൽ. ഇന്ന് വായന ഉണ്ടായിരുന്നു, ഇനി പൂജ കഴിഞ്ഞാലും ഇവന് വീട്ടിലെങ്ങും പോത്തിൽ രാവിലെ വരുന്ന ഒരാൾക്കും ഒരു ഭസ്മവും ഒന്നും കൊടുക്കത്തില്ല. ഇവനിങ്ങനെ ഒരു മുറിയുണ്ട്, അതിനകത്ത് കയറി ഈ ഫോണും പിടിച്ചിരിക്കുകയാണ്, പൂജാരിയാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇവിടെ സത്യസന്ധമായ കാര്യമാണ്, നിങ്ങൾക്ക് വന്ന് നോക്കാം. ഇത് ദീപ എസ് പണിക്കരാണ്, ഓലകെട്ടിയമ്പലം 690510, പോസ്റ്റ് ഓഫീസ് പിൻകോഡാണ് 690510. ഇവിടെയാണ് എൻ്റെ വീട്, സാധയ മന്ദിരം.